ഈ ഭൂമിയിൽ എങ്ങനെയാണ് പല ടൈപ്പ് ആൾക്കാർ മനുഷ്യരുണ്ടാകുന്നത്? മനുഷ്യൻ ധനവാന്മാരുണ്ട്, ചിലർ പട്ടിണി പാവങ്ങളാണ്, ചിലർക്ക് ജീവിതത്തിൽ നല്ല സന്തോഷമാണ് ജീവിതത്തിൽ എപ്പോഴും, ചിലരെപ്പോഴും കരഞ്ഞു വിളിച്ച് നടക്കുന്നവർ, ആവലാതിയൊക്കെ പറഞ്ഞ് നടക്കുന്നവർ. അതെങ്ങനെയാണ്? ദൈവത്തിന് പാർഷ്യാലിറ്റി ഉണ്ടോ? ഈ വ്യത്യസ്ത മനുഷ്യരെ ഈ രീതി സൃഷ്ടിക്കുന്നത് അത് ഒരു വിഷയമല്ലേ? അതുകൊണ്ടാണ് ദൈവം എന്നൊന്നില്ലെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. കുറേ ആൾക്കാർ വിശ്വസിക്കുന്നുമുണ്ട്, ചിലർ കുറച്ച് പറയുന്നതേ ഉള്ളൂ, ഒരു വിശ്വാസികളാണ്. കുറേ പേർ ദൈവമെന്ന് പറഞ്ഞു നടക്കുക. ഇത് അതിൻ്റെ പ്രകൃതിയുടെ നിയമം അറിയഞ്ഞിട്ടാണ്. എല്ലാ ജീവജാലങ്ങളെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് ഉള്ള സർവ്വ വിഭവങ്ങളും സന്തോഷമായിട്ട് ജീവിതം മുഴുവൻ കഴിക്കാനുള്ള സർവ്വ വിഭവങ്ങളോടും കൂടി ഇങ്ങോട്ട് സൃഷ്ടിച്ചേക്കുന്നത്. അതിനെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ 10,000 വർഷം മുൻപ് പാടെ മുടിച്ചു കളയലായിരുന്നു, നശിപ്പിക്കാമായിരുന്നെങ്കിൽ കൊതുകിനെ. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് കുറേ കൊതുകിനെ കൊതുന്നൊക്കെ വരും എന്നുള്ളതല്ലാതെ കൊതുകിനെ ഒരു സ്ഥലത്ത് നിന്ന് ഇല്ലാതാക്കാൻ പറ്റുമോ? നടക്കത്തില്ല. കാരണം ഒരു കൊതു ഒരു പ്രാവശ്യം ഇടുന്നത് 100-ലധികം മുട്ടയാണ്. അതിൽ 3/4 വിരി ഒത്തിരി നഷ്ടപ്പെട്ടു പോകും, വിരിയാതെ പോകും. വിരിഞ്ഞത് തന്നെ അല്ല മറ്റ് ജീവജാലങ്ങൾ മീനുമൊക്കെ തിന്നുപോകും. എന്നാലും ധാരാളം കൊതുകുകൾ വീണ്ടും പുറത്തു വരും. അപ്പം ഈ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നത് പ്രകൃതിയുടെ നിയമത്തിൽപ്പെട്ടതാണ്. അതിനെ നശിപ്പിക്കാൻ സമ്മതിക്കുകയില്ല ഈശ്വരൻ ശക്തി. ഒരു ജീവിയെ നശിപ്പിക്കാൻ സാധ്യമല്ല. ആ കൂട്ടത്തിൽ പെടുന്ന കുറച്ചെണ്ണത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്നേ ഉള്ളൂ. ജീവികളുടെ മേൽ, സാധാരണ ഒരു ജീവിയുടെ മേലെ ഇതുപോലൊരു കരുതൽ ദൈവത്തിനുണ്ടെങ്കിൽ മനുഷ്യനതിനേക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് ഉന്നതനായ ഒരു സൃഷ്ടിയല്ലേ ദൈവത്തിനെ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട് ഈശ്വരന്. പിന്നെങ്ങനെയാണ് ഈ പട്ടിണി പാവവും ധനവാനും സന്തോഷവും ദുഃഖവും ഒക്കെ വ്യത്യസ്ത മനുഷ്യന് വരുന്നത്? മനുഷ്യന് ഒരു വിശേഷ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവന് ആവശ്യമുള്ളത് മുഴുവൻ വിഭവങ്ങളും അവൻ്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഓർമ്മയിലും ശബ്ദത്തിലും എല്ലാത്തിലൂടെയും അങ്ങോട്ട് ചേർത്ത് വെച്ച് ആ ഭൂമിയിലോട്ട് വിടുന്നത്. അവന് ആവശ്യമുള്ള ധനം ഇതിൽ ഈ ദൈവം തന്നിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും കൊണ്ട് നേടിയെടുക്കുക. അത് നേടിയെടുക്കാത്ത അവൻ്റെ മാത്രം കുറ്റമാണ്. അത് നേടിയെടുക്കാനുള്ള വിശേഷ ബുദ്ധിയും തന്നിട്ടുണ്ട്. ഒരു നന്നായിട്ട് സംസാരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ, നന്നായിട്ടൊരു മനുഷ്യനോട് സംസാരിക്കാമെങ്കിൽ ഏത് മനുഷ്യനെയും സ്വാധീനിക്കാം. വെറും സംസാരം കൊണ്ട് മാത്രം ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമില്ലേ, ലോകം മുഴുവനില്ലേ? അധ്യാപനമെന്ന് പറയുന്നത് സംസാരമല്ലേ ഭൂരിഭാഗവും. പ്രസംഗം കൊണ്ട് ഓരോ പ്രസംഗത്തിനും 50,000 1,00,000 വാങ്ങുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഈ കേരളത്തിലുണ്ട് ധാരാളം പേര്. സംസാരം മാത്രം, നല്ല ശബ്ദം, പാട്ടുപാടി ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ട് ധാരാളം പണം സമ്പാദിക്കുന്ന ആൾക്കാരില്ലേ? യേശുദാസിൻ്റെ ശബ്ദത്തിൻ്റെ വില എന്തു ഭയങ്കരമാണ്. ലോകത്തിൽ ഒരിടത്ത് എത്തി എന്നാൽ ആ ശബ്ദത്തിന് വലിയ വിലയാണ്. അത് വലിയ തുകയാണ് കിട്ടുന്നത് അദ്ദേഹത്തിന്. ഒരു സംഗീത കച്ചേരി 3 മണിക്കൂർ എന്ന് വെച്ചാൽ 1,00,000 രൂപയായിരുന്നു ഇന്നേക്ക് 25 കൊല്ലം മുമ്പ് വാങ്ങുന്നത്. അദ്ദേഹം എന്നാൽ തന്നെ ആൾക്കാർക്ക് എല്ലാ സീറ്റും എല്ലാം ഓർഡറും പുള്ളിക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല, അത്ര തിരക്കാ. ശബ്ദം കൊണ്ട് അതിന് ആ കഴിവ് ദൈവം കൊടുത്തു, അത് ഇയാൾ തിരിച്ചറിഞ്ഞു, അത് ഡെവലപ്പ് എടുത്തു, ധനമാക്കി മാറ്റുന്നു. അതിൻ്റെ സന്തോഷം വേറെ, എപ്പോഴും സന്തോഷം. എല്ലാ മനുഷ്യർക്കും അത് ശരീരത്തിന് കൈയും കാലും നാക്കും സംസാരിക്കാനുള്ള ശേഷിയും അതുപോലെ ഈ നല്ല മധുരമുള്ള ശബ്ദം തൊണ്ടയിലൂടെ കൊടുക്കുന്നു. നന്നായിട്ട് ചിരിച്ചു കാണിക്കാൻ പറ്റുന്നു. അങ്ങനെ ചിരിച്ചു കാണിച്ചല്ലേ മനുഷ്യനെ സ്വാധീനിച്ചല്ലേ ഈ രാഷ്ട്രീയക്കാർ മുതലെടുക്കുന്ന മനുഷ്യനെ. അന്തസ്സായിട്ട് ചിരിയും കണ്ട് സംസാരവും കൂടെ കാണാൻ ആ പരിഗണന കാണുമ്പം രാഷ്ട്രീയക്കാർ നമ്മൾ അറിയാതെ വോട്ട് ചെയ്യുന്നില്ലേ? അത് കഴിവ് തന്നെ നോക്കിയാണോ എല്ലാവരും ചെയ്യുന്നത്? അതിലൊക്കെ കാര്യമുണ്ട്. ഒരു കടയിൽ ചെന്നൊരു സാധനം മേടിച്ചാൽ ആത്മാർത്ഥയോടെ ചിരിക്കുന്ന ആളിൽ നമ്മൾ വഴിപ്പെട്ടു പോവുകയല്ലേ?
ചിരിക്ക് പോലും വില, അതും കാശാണ്. കാശ് അതിലൂടെ സമ്പാദിക്കാൻ വേണ്ടിയുള്ള വിഭവമാണ് ഈശ്വരൻ തന്നേക്കുന്നത്. നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ്, മനുഷ്യന് ഏത് ഭാഷയും പഠിക്കാനുള്ള കഴിവ് കൊടുത്താണ് ദൈവം ഇങ്ങോട്ട് സൃഷ്ടിച്ചേക്കുന്നത്. ഇവിടെ 18 ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. 18 ഭാഷ ഒരുപോലെ സംസാരിക്കുന്ന ആൾക്കാർ. നമ്മളുടെ ഇടയ്ക്ക് തന്നെ 3 ഭാഷ നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട്, 4 ഭാഷ സംസാരിക്കുന്നവരുമൊക്കെ. ആ ഭാഷ മുഴുവൻ കരസ്ഥമാക്കി അത് ധനമായിട്ട് മാറ്റാം. ഇതുപോലെ എല്ലാവിധമുള്ള ധനത്തോടും കൂടി കൊടുത്താണ് മനുഷ്യൻ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അവൻ്റെ തൊണ്ടയിലും അവൻ്റെ ചിരിയിലും അവൻ്റെ ശബ്ദത്തിലും അവൻ്റെ ആകാരഭംഗിയിലും അവൻ്റെ നടത്തത്തിൻ്റെ താളത്തിലും എല്ലാം നടന്മാരും സിനിമാ നടന്മാർ ആകാരഭംഗി കൂടെ അല്ലേ പ്രധാന സിനിമ വയ്ക്കുന്നത്. എത്ര ലക്ഷമാണ് കിട്ടുന്നത്? കോടിയൊക്കെ അല്ലേ കിട്ടുന്നത്? 1 കോടി ഒരു സിനിമയ്ക്കൊക്കെ സാധാരണ ഇവിടെ വാങ്ങുന്നത്. 10 കോടിയും അതിൽ കൂടുതലുമൊക്കെ വാങ്ങുന്നവരുണ്ട്. ഒരു സിനിമയ്ക്ക് 3 മണിക്കൂർ 2.5 മണിക്കൂർ കാണിക്കുന്ന സിനിമ പല പ്രാവശ്യമായിട്ട് കുറേ എടുക്കത്തെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പം എല്ലാ വിഭവങ്ങളും ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ എന്നിട്ടും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, എനിക്ക് ധനം തരണേ, എനിക്ക് വലിയ ഉദ്യോഗം കിട്ടണേ, എനിക്ക് ഗൾഫിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കി തരണേ, എനിക്കൊരു സർക്കാർ ഉദ്യോഗം തന്നെ കിട്ടണേ, എനിക്കൊരു വലിയ വീട് പണിയാനുള്ള സൗകര്യങ്ങൾ തരണേ എന്നിട്ട് നിരക്കുകയാണ് ഈശ്വരനോട്. ഈ എല്ലാം കൊടുത്തിട്ട് ഇരക്കുന്നവന് ചുമ്മാ കൊടുക്കുകയില്ല, ഒന്നും കൊടുക്കുകയില്ല. എന്നിട്ടല്ല ഒന്നും കൊടുക്കില്ലെന്ന് ഈശ്വരനെ എല്ലാം കയ്യിൽ ഏൽപ്പിച്ചിങ്ങോട്ട് വിടുക. അത് ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഉപയോഗിക്കുന്നില്ല ആരും. അങ്ങനെയുള്ള പാവങ്ങളായപ്പം ദുഃഖം അനുഭവിക്കുന്നവന് അവൻ്റെ ആ സന്തോഷിക്കാനുള്ള കഴിവ് ഉണ്ട്. അവൻ്റെ അവയവങ്ങളുടെ, അവൻ്റെ ശബ്ദത്തിലും അവൻ്റെ എല്ലാ പ്രവർത്തനക്ഷമതയിലും ഓർമ്മയിലും ധാരണയിലും ബുദ്ധിയിലുമുണ്ട്. അത് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർഷനുള്ള ബുദ്ധിയും കൊടുത്താണ് ഇങ്ങോട്ട് വിട്ടേക്ക് ചെയ്യുന്നത്. അതില്ലാത്ത അത് ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ അവനെ വരുന്ന അനുഭവിച്ചു തീർത്തോളുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിക്കുന്നവരെ പോലെ പൈസ തീരുന്നതനുസരിച്ച് എവിടെയെങ്കിലും ചെന്ന് വാങ്ങുന്ന ആൾക്കാരെ കണ്ടില്ലേ, വെള്ളമടിക്കാർ. എന്നതുപോലെ ഈശ്വരൻ തന്നതിന് പുറമേ ഇങ്ങനെ ഒന്നും കൊടുക്കുകയില്ല. അങ്ങനെ ഇരക്കുന്നതുകൊണ്ടൊന്നും അല്ല ചിലർ വളർന്നു വരുന്നത്. അവന് ഈ എണ്ണയിൽ കിട്ടാതെ വരുമ്പോൾ അവൻ്റെ ബുദ്ധി കുറേശ്ശെ തെളിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗം കണ്ടെത്തും. അവൻ്റെ കൈവിരലിൻ്റെ അവൻ്റെ ആ മനസ്സിൻ്റെ കൈകൊണ്ടല്ലേ വീട് തീർക്കുന്നത്. വീട് തീർത്തു എന്ത് രൂപ ഓരോ ദിവസവും ചിലവിനുള്ള പൈസ ഉണ്ടാക്കുന്നവരില്ലേ? ഉണ്ടല്ലോ. അതുപോലെ എല്ലാം അധ്യാപനം, സംസാരമല്ലേ മുഖ്യം. അതുകൊണ്ട് എന്ത് കാശാണ് അവർക്ക് വാങ്ങുന്നത്? അത് എന്തിനും എല്ലാ മനുഷ്യന് കൊടുത്തിട്ടുള്ള എല്ലാ അവയവങ്ങളും മനുഷ്യൻ്റെ കഴിവുകളും മുഴുവൻ ധനം സമ്പാദിക്കാനുള്ള മുഖ്യമായിട്ട്. അവന് ഈ ഭൗതിക ലോകത്ത് ജീവിക്കണമെങ്കിൽ ധനമാണ് മുഖ്യം എന്ന് ഈശ്വരൻ അറിയാവുന്നതുകൊണ്ടാണ് ഒരു 2 നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വെക്കാൻ നോക്കുമോ? അപ്പോൾ ഇത് സമ്പാദിക്കാനുള്ള ആ കഴിവ് സമ്പാദിക്കാൻ എല്ലാം കഴിവും കൊടുത്താണ് കൊണ്ട് വിട്ടേക്കുന്നത്. ഈശ്വരൻ്റെ സൃഷ്ടി അങ്ങനെയാണ്. ഒരു കൊതുകിനെ പോലും ഒരു ഈച്ചയെ പോലും സംരക്ഷിക്കുന്ന ഈശ്വരന് അതിനേക്കാൾ ലക്ഷക്കണക്കിന് ഉന്നത നിലയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ മേൽ കരുതലില്ലാതെ വരുമോ? എന്തിനീ ഇടയ്ക്കിടയ്ക്ക് ഇഴക്കാൻ ചെല്ലുന്നത്? ചെന്നാൽ കിട്ടുകയില്ല, തരികയില്ല. എന്നിട്ടല്ല തരുന്നത്, എല്ലാം അവനിൽ അടക്കി അങ്ങോട്ട് വിടുന്നത്. കുറച്ച് ഇരക്കുമ്പം കിട്ടാതെ വരുമ്പോൾ അവൻ തന്നെ ബുദ്ധി കുറച്ച് തെളിച്ച് നേടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് പ്രകൃതി നിയമമാണത്. അല്ല ഇരക്കുന്നുകൊണ്ട് ഒന്നും കിട്ടുകയില്ല. എനിക്ക് ഈ പണം സമ്പാദിക്കാനുള്ള എൻ്റെ കഴിവുകൾ എന്തെന്ന് തന്നെ തിരിച്ചറിയാനുള്ള ശേഷി തരണേന്ന് പ്രാർത്ഥിച്ച് നോക്ക്, പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ നമ്മുടെ അവയവം, നമ്മളുടെ കഴിവുകൾ, നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് ധനം സമ്പാദിക്കാം, ധനം നേടാം എന്ന് ഒന്ന് കാണിച്ചതായി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അതിനുള്ള ഓർമ്മയുണ്ടാവും. അത് നമ്മൾ തന്നെ അത് ചെയ്യും, പൈസയാക്കി മാറ്റുകയും ചെയ്യും. നമ്മുടെ കഴിവുകൾ നമ്മൾ പൈസയായിട്ട് കൺവേർട്ട് ചെയ്തോണം. ഒരു മനുഷ്യൻ്റെ ചിത്രം വരയ്ക്കുന്നതിന് 50,000 1 ലക്ഷം വാങ്ങുന്നവരുണ്ട്. ഒരു മനുഷ്യൻ്റെ ചിത്രം, ഒരു ഛായാചിത്രം, ഒരു 2.5-3 അടി ഉയരമുള്ള വീതി അനുസരിച്ചുള്ള ഒരാളുടെ ചിത്രം വരച്ചെടുക്കുന്നതിന് 50,000 മുതൽ 1 ലക്ഷം വരെ വാങ്ങുന്നവർ ധാരാളമുണ്ട്.
ആ കഴിവ് അയാൾക്ക് മാത്രം പറ്റുന്നതാ. അയാളിലുണ്ടാ കഴിവ്. അതവന് ഉപയോഗിക്കാതിരുന്നാലോ, അത് ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നാലോ എങ്ങനെ കിട്ടും? അതവന് ആ പൈസ ഇത്രയും നേടാനുള്ള മാസം 8-10 ലക്ഷം രൂപ നേടാനുള്ള കപ്പാസിറ്റി കൊടുത്താണെങ്കിൽ വിട്ടേക്കുന്നത്. അവന് കണ്ടെത്താത്ത അവൻ്റെ മാത്രം കുറ്റം അത്, അല്ലാതെ ഈശ്വരൻ കൊടുക്കാഞ്ഞിട്ടല്ല. ഇവിടെ ഏത് പാപങ്ങൾ വെച്ച് നോക്കൂ, അവന് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും കഴിവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്ക്. ദൈവത്തിൻ്റെ ഇടയ്ക്ക് പോയി കുമ്പിട്ടുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടോ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ധാരാളം, പ്രാർത്ഥനാ മന്ത്രങ്ങളും പ്രാർത്ഥന ഒന്നും ആകുകയില്ല, ഒന്നും കിട്ടുകയില്ല. അതല്ല, അവന് കിട്ടിയിരിക്കുന്ന അവനിൽ ഏത് കഴിവാണ് തന്നെ സമ്പാദിക്കുക. ആ ചെറുപ്പത്തിലേ അതിനുള്ള ശ്രമം തുടങ്ങണം. വളരെ ചെറുപ്പത്തിൽ തുടങ്ങാവുന്ന അറിവാകുമ്പോൾ ഒരു 10-15 വയസ്സാകുമ്പോഴേക്ക് ആലോചിച്ച് തുടങ്ങാവുന്നതാണ്. വീട്ടുകാരുടെ സഹായം കൊടുക്കേണ്ടതാണ്, വീട്ടുകാരും കൊടുക്കേണ്ടതാണത്. ആ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരങ്ങൾ. ഏത് വഴിക്കാണ് ഒരു ആൾക്ക് ഒരു കുട്ടിക്ക് കഴിവ്, ജീവിക്കാനുള്ള വരുമാനം നേടാനുള്ള കഴിവെന്ന് വീട്ടുകാർ കണ്ടുപിടിക്കണം. അവനവൻ സ്വയം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇതിന് വരും ഈ ക്ഷേത്രങ്ങൾ തോറുമോ പള്ളികൾ തോറുമോ ഇങ്ങനെ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ആകുകയില്ല. അതുകൊണ്ടല്ല നേടുന്നത്. അങ്ങനെ നടക്കുമ്പോൾ കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും ശ്രമിക്കുന്നതും അങ്ങനെ എത്തുന്നതും. ഇപ്പം ധനം ആവശ്യമുള്ളതുകൊണ്ടെന്ന് ചെറുപ്പത്തിലേ ചിന്തിച്ചു തുടങ്ങുന്നതിന് വന്നു ചേരും. അതിനുള്ള ബുദ്ധി അവനിലേക്ക് വന്നു ചേരും. അതിനുള്ള കഴിവ് ഏതെന്ന് ദൈവത്തോട് ചോദിക്കണം. ഞാൻ ഏത് രീതിയിൽ പോയി എനിക്ക് ധനം സമ്പാദിക്കാൻ ജീവിതത്തിന് ആവശ്യമുള്ളതെന്ന്. അത് സമ്പാദിക്കാൻ ഉള്ള കഴിവ്, നമ്മളിലുള്ള കഴിവ് ഏതെന്നൊന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾ കിട്ടിയാൽ മതി. എല്ലാം ഉണ്ട്, എല്ലാ മനുഷ്യരിലും എല്ലാ ശേഷിയുമുണ്ട്. നല്ല പദവികൾ എവിടെയും സീറ്റ് കിട്ടാൻ തക്ക കപ്പാസിറ്റി എല്ലാ മനുഷ്യരിലും ഉണ്ട്. ആരും ഒരാളെക്കാൾ മറ്റാൾ കൂടിയതോ കുറഞ്ഞതോ അല്ല. അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും ദൈവത്തിനില്ല. എല്ലാവരും ഒരുപോലെ സൃഷ്ടിച്ചു, എല്ലാവർക്കും തിരിച്ചറിവും കൊടുത്തു നല്ല പോലെ. അവനോട് നേടിയെടുക്കണം, അവൻ തപ്പിയെടുക്കണം. അവൻ്റെ കഴിവ്, ഏത് കഴിവ് ഉപയോഗിച്ചാലും അത് നേടിയെടുക്കാവുന്ന. കാർ ആവശ്യമുള്ളവന് കാറിന് വേണ്ടി ചെറുപ്പത്തിലേ അതിനുള്ള ആഗ്രഹം ഉണ്ടാകുകയും ചെയ്യും, അവനത് നേടുകയും ചെയ്യും. അങ്ങനെ ആഗ്രഹമില്ലാത്തത് കിട്ടുകയില്ല. അതാണ് കാര്യം. തന്നെ ഈ ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് വേണം. അറിവില്ലാത്ത എങ്ങനെയാണ്? കാറെന്ന് പറയുമ്പോൾ ഒരു യന്ത്രം ഭൂമിയിൽ ഉണ്ടെന്ന് അറിയാം എന്നൊന്നില്ല. അതിനുവേണ്ടി അത് നേടാനുള്ള കഴിവിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പറ്റും. അത് ഞാൻ ഏത് തൊഴിൽ ചെയ്താലും എനിക്ക് അത്രയും ധനം സമ്പാദിക്കാൻ പറ്റും. ഭക്ഷണം, മറ്റ് ചിലവുകൾക്ക് ശേഷം എനിക്കൊരു കാർ കൂടെ ഉടനെ വാങ്ങണം, 10 ലക്ഷം രൂപയുടെ എന്നൊക്കെ സങ്കല്പിച്ചേ. അപ്പം അതനുസരിച്ച് അവൻ്റെ ആ ഏത് വഴിക്കാണെന്നുള്ളത് ഈശ്വരൻ ആണെന്ന് ഉണർത്തി കൊടുക്കുക. കപ്പാസിറ്റി ഏത് വഴിക്ക്, ഏത് അവയവം, എങ്ങനെ പ്രവർത്തിപ്പിച്ചാൽ നമുക്കത് നേടാം. ബുദ്ധി, ശ്രദ്ധ, വിദ്യാഭ്യാസം, ഏത് വിദ്യാഭ്യാസം നേടിയാലും സാധ്യമാണ്. ഏത് തരത്തിലുള്ള കോഴ്സ് പാസ്സായാൽ എനിക്ക് ഇന്ന രീതിയിലൊരു തലത്തിലെത്താൻ പറ്റും എന്നുള്ള ഒരറിവാണ് ഈശ്വരൻ കൊടുക്കുന്നത്. ആ അറിവ് ഈശ്വരനിൽ നിന്ന് കിട്ടും. അതിന് വേണം പ്രാർത്ഥിക്കാൻ. ദൈവമേ, എന്നിൽ അടങ്ങിയിരിക്കുന്ന ഏത് കഴിവ് ഉപയോഗിച്ചാൽ എനിക്ക് വളരെ സുഭിക്ഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കഴിവുകൾ ഉണർന്നു വരും. ഈശ്വരൻ വഴി കാണിച്ചു തരും. ചുമ്മാ ആർക്കും ഒന്നും കൊടുക്കരുത്. കൊടുക്കുകയില്ല, കൊടുക്കാനും പാടില്ല, അത് വാങ്ങാനും പാടില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. എല്ല് മുറിയെ പണിതാലേ പല്ല് മുറിയെ തിന്നൂ എന്നുള്ള നിയമം നിലനിൽക്കുന്നു ഭൂമിയുടെ പ്രപഞ്ച നിയമത്തിൽ. ആ നിയമമാണത്. അത് നമ്മളുടെ പുരാണ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളുടെ ശ്രീകൃഷ്ണൻ പോലും അധ്വാനിച്ചാണ് എല്ലാ രംഗത്തും. എന്തൊരു അധ്വാനമുള്ള മനുഷ്യനായിരുന്നു. ഈ 18 ദിവസം നടന്ന യുദ്ധത്തിൽ പുള്ളിയല്ലേ അത്രയും ദിവസം ഈ അലഞ്ഞ് തേർ ഓടിച്ചുകൊണ്ടിരുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ശ്രീരാമൻ വനവാസം ചെയ്ത് അതിലൂടെ കഷ്ടപ്പെട്ട് കെട്ടി പുള്ളികളെ കൂടി കഷ്ടപ്പെട്ട് ലങ്കയിൽ പോയി രാവണനെ വധിച്ച് നേടിക്കൊണ്ട് അധ്വാനം ഇല്ലഞ്ഞിട്ടാണോ? ഭയങ്കര അധ്വാനമാണ്. എന്തിനും അങ്ങനെയാണ്.
അത് എന്ത് രീതിയിൽ ഏത് ചെയ്താലും നമുക്ക് നമ്മളുടെ ഇന്ന രീതിയിൽ നമുക്ക് വളരാൻ പറ്റും, നമ്മൾ ഏത് രീതിയിൽ വളരണം എന്ന പ്രാർത്ഥന ചെയ്ത് നോക്കൂ, പെട്ടെന്ന് മാറ്റം വരുന്നതറിയാം.